ശ്രീമാത്സിലേക്ക് സ്വാഗതം. വിവിധ മത്സര പരീക്ഷകൾ നടക്കുന്ന കാലഘട്ടമാണ്. മത്സര പരീക്ഷകൾക്ക് PSCയുടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു ലോങ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ധാരാളം ശ്രീമാത്സിൽ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇട്ടിട്ടുണ്ട്. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ധാരാളം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സംഖ്യകളെ പറ്റി ഒരു ധാരണ വേണം. ഈ സംഖ്യകൾ, കൗണ്ടിങ് നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, അപ്പോൾ അതിനെപ്പറ്റി ഒരു വ്യക്തമായുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്താണെന്ന് അതിനെ അത് സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ശരിക്കും കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാമല്ലോ. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണ സംഖ്യകൾ എന്ന് പറയും. നമ്മൾ സാധാരണയായിട്ട് ഓരോ സാധനങ്ങൾ എണ്ണ എടുക്കുന്ന സംഖ്യകളാണ്. 1, 2, 3, 4 കുറേ ബുക്കുകൾ എടുക്കുന്നു, കുറേ മാങ്ങകൾ എടുക്കുന്നു. അതെല്ലാം നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സിലാണ് ഇടുന്നത്. 1, 2, 3, 4 അങ്ങനെ അങ്ങോട്ട് പോകും. അതായത് അതിനെ നമ്മൾ എണ്ണൽ സംഖ്യകൾ അഥവാ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയപ്പെടുന്നു. ഉദാഹരണം 1, 2, 3, 4 എക്സെട്ര. ഇനി അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ്. ഈ പറഞ്ഞ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ കൂടെ 0യും കൂടെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് അഖണ്ഡ സംഖ്യകളായി, ഹോൾ നമ്പേഴ്സായി. 0, 1, 2, 3, 4 എക്സെട്ര. 0യും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ കൂടെ 0യും കൂടെ വന്നാൽ ഹോൾ നമ്പേഴ്സ്, WHO ഹോൾ നമ്പേഴ്സ് അഥവാ അതിൻ്റെ മലയാളം അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നു. ഇനി പൂർണ്ണസംഖ്യകൾ, ഇൻറ്റിജേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇൻറ്റിജേഴ്സ് പൂർണ്ണസംഖ്യകൾ. അതായത് ഒരു നമ്പർ ലൈന് നമ്മൾ 0 നടുക്ക് റൈറ്റിലോട്ട് വലത്തുവശത്തോട്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയും, ഇടത്തുവശത്തോട്ട് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. അതായത് വലത്തോട്ട് പോകും തോറും ഇൻഫിനിറ്റിയിലേക്ക് റൈറ്റിലേക്ക് പോകും, ഇടത്തോട്ട് പോകും തോറും കുറഞ്ഞു വരും. -1, -2, -3 സംഖ്യയുടെ അളവ് കൂടിയാലും നെഗറ്റീവ് ആണെങ്കിൽ, ഇപ്പം -5 -10 പറഞ്ഞാൽ -10 ആയിരിക്കും ചെറുത്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ 5ഉം 10ഉം പറഞ്ഞാൽ 10 ആയിരിക്കും വലുത്. ഇവിടെ -5 -10 പറഞ്ഞാൽ ഇവിടെ -10 ചെറുതായിരിക്കും. ഇടത്തോട്ട് പോകും തോറും ഇൻറ്റിജേഴ്സ് പൂർണ്ണസംഖ്യകൾ കുറഞ്ഞു വരും. പൂർണ്ണസംഖ്യകളുടെ ഇംഗ്ലീഷ് ഇൻറ്റിജേഴ്സ്. അടുത്തത് ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പസിറ്റ് നമ്പേഴ്സ്. ഈ സംഖ്യകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഘടകങ്ങൾ കാണും. അതായത് 4, 6, 8, 9 അങ്ങനെ അങ്ങോട്ട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. അതായത് 4ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 4. 1ൻ്റെ ടേബിളിലെ 4 കിട്ടും, 2ൻ്റെ ടേബിളിലെ 4 കിട്ടും, 4ൻ്റെ ടേബിളിലെ 2 കിട്ടും. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. ഇനി 6ൻ്റെ ഘടകങ്ങൾ നോക്കാമല്ലോ. 1, 2, 3, 6. അപ്പോൾ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെ ഭാജ്യസംഖ്യകളെന്ന് അല്ലെങ്കിൽ കോമ്പസിറ്റ് നമ്പേഴ്സ് എന്ന് പറയപ്പെടുന്നു. അടുത്തത് അഭാജ്യസംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോമ്പസിറ്റ് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ PSCക്ക് കാണാറുണ്ട്, വിവിധ മത്സര പരീക്ഷകൾക്ക് കാണാറുണ്ട്. ഇത് എന്താണെന്ന് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്ക് അത് സംബന്ധിച്ച കണക്കുകൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അഭാജ്യസംഖ്യകൾ പ്രൈം നമ്പേഴ്സ്, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടകങ്ങളെന്ന് പറയുന്നത് ഒന്നും ആ സംഖ്യ, 2 ഘടകങ്ങളെ കാണത്തുള്ളൂ, ഒന്നും ആ സംഖ്യ. ഉദാഹരണം 13. 13ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 13. 1ൻ്റെയും 13ൻ്റെയും ടേബിൾ ചെല്ലിയാൽ മാത്രമേ നമുക്ക് 13 കിട്ടി. 7, 1, 7 അതിൻ്റെ ഘടകങ്ങൾ. 2 ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ, ഏറ്റവും ചെറിയ ലോവസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2. ഇനി 1 എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പസിറ്റും അല്ല. അതായത് 1 എന്ന് പറയുന്ന സംഖ്യ ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 2 ആണ്. പ്രൈം നമ്പർ അഭാജ്യസംഖ്യയുടെ പ്രത്യേകത എന്ന് പറയാൻ 2 ഘടകങ്ങളെ കാണത്തുള്ളൂ. 11ൻ്റെ ഘടകങ്ങൾ 1ഉം 11ഉം, 7ൻ്റെ ഘടകങ്ങൾ 1ഉം 7, 5ൻ്റെ ഘടകങ്ങൾ 1ഉം 5. ഇനി കോപ്രൈം നമ്പേഴ്സ്. 2 എണ്ണൽ സംഖ്യകൾ കോപ്രൈം ആണെന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ HCF എടുക്കും. ഹൈസ്റ്റ് കോമൺ ഫാക്ടർ, ഉസാഖ ഉത്തമ സാധാരണ ഘടകം. അതായത് ഈ 2 എണ്ണൽ സംഖ്യകളുടെ HCF 1 ആയാൽ അവയെ നമ്മൾക്ക് കോപ്രൈം നമ്പേഴ്സ് ആണെന്ന് പറയാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്രൈമാണ്. ഇനി പരിപൂർണ സംഖ്യകൾ അല്ലെങ്കിൽ അനഘസംഖ്യ എന്ന് പറയും, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷ് പെർഫെക്റ്റ് നമ്പേഴ്സ്. അതിൻ്റെ ഉദാഹരണം 6, 28, 496, 1128 അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അതായത് 6 ഏറ്റവും ചെറിയ അനഘസംഖ്യ. അതൊക്കെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അനഘസംഖ്യ പെർഫെക്റ്റ് നമ്പർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കത്
എഴുതാൻ പറ്റത്തുള്ളൂ. ഈ അനകസംഖ്യയുടെ പ്രത്യേകത 6ന്റെ ഘടകം എഴുതും. 1, 2, 3, 6. ഈ 6 ഒഴിച്ച് ബാക്കി എല്ലാ ഘടകങ്ങളും കൂട്ടുമ്പോൾ അത് തന്നെ കിട്ടും. 1, 2, 3 കൂടെ കൂട്ടിയാൽ 6 കിട്ടും. ഇനി 28ന്റെ ഘടകങ്ങൾ 1, 2, 4, 7, 14, 28. ഇതിന്റെ എല്ലാം ടേബിൾ എഴുതിയാൽ നമുക്ക് 28 കിട്ടും. 1 എല്ലാത്തിൻ്റെയും ഘടകമാണ്. 2ന്റെ ടേബിൾ 14, 2, 28. 4, 7, 28. 14, 7 ഘടകമാണ്. 14, 2, 28 അതുകൊണ്ട് 14 ഘടകമാണ്. ഇരട്ട സംഖ്യ അല്ലേ, 28 2 കൊണ്ട് ഇരിക്കും. അപ്പോൾ ഈ 28 ഒഴിച്ച് ബാക്കി എല്ലാ ഘടകങ്ങളും കൂടെ കൂട്ടുമ്പോൾ 28 കിട്ടും. അതായത് 1 + 2 + 4 + 7 + 14. 1, 2, 4, 7, 14, 28 ആണ് ഘടകങ്ങൾ. 1, 2, 4, 7, 14 കൂടെ കൂട്ടുമ്പോൾ ഈ സെയിം സംഖ്യ കിട്ടും, 28 കിട്ടും. അങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ അനകസംഖ്യകൾ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ അനകസംഖ്യ അല്ലെ പെർഫെക്റ്റ് നമ്പർ, പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. തൊട്ടടുത്ത അനകസംഖ്യ 28 ആണ്. പിന്നത്തെ 496. ഇങ്ങനെ അങ്ങോട്ട് വരും. ഒരിക്കൽ കൂടി പറയാം. നമ്പേഴ്സ് നമ്മൾ സാധാരണ എന്തെല്ലാം സാധനങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യ 1, 2, 3, 4 എക്സെട്ര 1, 2, 3, 4 എക്സെട്ര. അതായത് എണ്ണൽ സംഖ്യകൾ, കൗണ്ടിങ് നമ്പേഴ്സ് അഥവാ നാച്ചുറൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നു. ഇനി ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യകൾ, അതിൻ്റെ കൂടെ 0 കൂടെ ചേർന്നാൽ 0, 1, 2, 3, 4 എക്സെട്ര അതിനെ അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് പറയുന്നത്. WHO ഹോൾ നമ്പേഴ്സ്. പൂർണ്ണസംഖ്യകൾ ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഡിജേഴ്സും 0യും നെഗറ്റീവ് ഇൻഡിജേഴ്സും. 0 നടുക്ക് റൈറ്റിലോട്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് അങ്ങോട്ട് പോകും, ഇൻഫിനിറ്റിയിലേക്ക് പോകും, അനന്തതയിലേക്ക് പോകും. ഇടത്തോട്ട് നെഗറ്റീവ് ഇൻഡിജേഴ്സ്. നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഇടത്തോട്ട് വരുന്നോറും കുറഞ്ഞു കുറഞ്ഞു വരും. -20, -50. ഇതിൽ ചെറുത് ഏതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിന്റെ ബേസിക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെറുതും വലുതും പറയാൻ പറ്റും. ഇടത്തോട്ട് പോകും തോറും കുറഞ്ഞു കുറഞ്ഞാണ് അതിന്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. -20, -50 എന്ന് പറഞ്ഞാൽ -50 ആണ് ചെറുത്. ആ സംഖ്യയുടെ ഇത് നോക്കണ്ട. നെഗറ്റീവ് ആണെങ്കിൽ സംഖ്യയുടെ അളവ് കൂടും തോറും ഇത് കുറഞ്ഞു കുറഞ്ഞാണ്. ഇവിടെ -50, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ -500 എന്ന് പറയാൻ -500 ആണ് ചെറുത്. ഭാജ്യസംഖ്യകൾ കോമ്പസിറ്റ് നമ്പേഴ്സ് 4, 6, 8, 9 എക്സെട്ര. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ളവയെ നമുക്ക് ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. ഉദാഹരണം 4, 6, 8, 9. 4ന്റെ ഘടകങ്ങൾ 1, 2, 4. 1ന്റെ ടേബിൾ ഏരിയ കിട്ടും, 2ന്റെ ടേബിൾ ഏരിയ കിട്ടും, 4ന്റെ ടേബിൾ ഏരിയ കിട്ടും. ഇനി 6, 1, 2, 3, 6. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. അടുത്ത അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. 2 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ്. ലോവസ്റ്റ് പ്രൈം നമ്പർ ഈസ് 2. നമ്പർ 1 ഈസ് നെയ്തർ കോമ്പസിറ്റ് നോർ പ്രൈം. പ്രൈം നമ്പറോ കോമ്പസിറ്റ് നമ്പറോ അല്ല. ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല 1. കോപ്രൈം നമ്പേഴ്സ് 2 എണ്ണൽ സംഖ്യകൾ. കോപ്രൈം ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? അതിന്റെ HCF അഥവാ ഉസാഖ. ഉസാഖ എന്ന് പറഞ്ഞാൽ ഉത്തമ സാധാരണ ഘടകം. ഇതിന്റെ HCF 1. 2 എണ്ണൽ സംഖ്യകൾ എടുക്കും, അതിന്റെ HCF ഉസാഖ 1 ആണെങ്കിൽ അവയെ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു. ഇനി പരിപൂർണ സംഖ്യകൾ അനകസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയും. 6, 28, 496, 8128. ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. 6 ആണ് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ. പരിപൂർണ സംഖ്യ എന്നോ അനകസംഖ്യ എന്നൊക്കെ ചോദിച്ചാൽ 6 ആണ് ഏറ്റവും ചെറുത്. അതിന്റെ പ്രത്യേകത എന്താ? 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെ? 1, 2, 3, 6. അപ്പോൾ ഈ 6 ഒഴിച്ച് ബാക്കി എല്ലാ ഘടകങ്ങളും കൂട്ടുമ്പോൾ സെയിം സംഖ്യ കിട്ടും. 1 + 2 + 3 6 കിട്ടും. അടുത്ത 28ന്റെ ഘടകങ്ങൾ 1, 2, 4, 7, 14, 28. അപ്പോൾ ഈ അനകസംഖ്യ ഏതാ പരിപൂർണ സംഖ്യ എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. 28ന്റെ ഘടകങ്ങൾ 1, 2, 4, 7, 14. അത് മൊത്തം കൂട്ടുമ്പോൾ 28 ഒഴിച്ച് ബാക്കി എല്ലാ ഘടകങ്ങളും കൂട്ടുമ്പോൾ 28 തന്നെ കിട്ടും. അതിനെയാണ് പെർഫെക്റ്റ് സംഖ്യ അതാ പരിപൂർണ സംഖ്യ അനകസംഖ്യ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന വാക്യങ്ങൾ ഫോർമുലാസ് ബൈഹാർട്ടാക്കി വെക്കുക. 1, 2, 3 എക്സെട്ര n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n+1/2. n × n+1/2. n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക അതായത് 1² + 2² + എക്സെട്ര n². അതായത് 1² + n × n+1 × 2n+1/6. അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക അതായത് 1² ഇവിടെ 1² + 2² + എക്സെട്ര 5² നമുക്ക് കാണേണ്ടതെങ്കിൽ 1 + 6 + എക്സെട്ര 25. അതാ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 × 5 + 1 × 2 × 5 + 1/6 ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അതായത് നമുക്കിത് ചെയ്യണമെങ്കിൽ ഈ ഫോർമുല ബൈഹാർട്ടാക്കിയിരിക്കണം.
ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക എന്ന് പറയുന്നത്, അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര 3 സ്ക്വയർ പ്ലസ് എക്സെട്ര n സ്ക്വയർ എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 എന്നുള്ള ഫോർമുല അറിഞ്ഞിരിക്കണം. n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക അല്ലെങ്കിൽ ഘനങ്ങളുടെ തുക, ക്യൂബ് അല്ലെങ്കിൽ ഘനങ്ങളെന്ന് പറയും, അതിൻ്റെ തുക കാണാൻ, അതായത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര n ക്യൂബ്, അതിൻ്റെ ഫോർമുല n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. ഈ അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട്. n അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n ഇൻറ്റു n മൈനസ് 1/2. ആദ്യത്തെ 40 അഖണ്ഡ സംഖ്യകളുടെ തുക കാണുക, അല്ലെങ്കിൽ ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ 15 ആണ്. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ 15 അഖണ്ഡ സംഖ്യകളുടെ തുക, ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചെങ്കിൽ 15 n ഇൻറ്റു n മൈനസ് 1/2, 15 ഇൻറ്റു 14/2. അതിൽ 40 അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചെങ്കിൽ 40 ഇൻറ്റു 39/2, 40 ഇൻറ്റു 40 മൈനസ് 1/2. ഇനി എപ്പോഴും അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എപ്പോഴും 0 ആയിരിക്കും, അത് മനസ്സിൽ ഓർത്തിരിക്കുക. കാരണം അഖണ്ഡ സംഖ്യകൾ എന്ന് പറയാൻ 0, 1, 2, 3 എക്സെട്ര. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്ര, അല്ലെ ആദ്യത്തെ 20 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്ര, അഖണ്ഡ സംഖ്യകളുടെ ഹോൾ നമ്പേഴ്സിന്റെ ഗുണനഫലം 0 ആയിരിക്കും. കാരണം ആദ്യത്തെ അഖണ്ഡ സംഖ്യ 0 ആണ്, അത് എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുക. n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല ബൈഹാർട്ടാക്കുക. n ഇൻറ്റു n പ്ലസ് 1/2, n ഇൻറ്റു n പ്ലസ് 1/2. n എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 എക്സെട്ര, അതിന് എണ്ണൽ സംഖ്യകളെന്ന് പറയുന്നു. അപ്പോൾ 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ചോദ്യം. അതായത് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര 50, അങ്ങനെ ചോദിച്ചാൽ ഇത് തന്നെ. ഇവിടെ 50 എണ്ണൽ സംഖ്യകളാണ് ഉള്ളത്. അതായത് 50 ഗുണം 50 പ്ലസ് 1/2, അതായത് 25 ഗുണം 51, 1275 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ ഫോർമുല അറിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 50 ഇൻറ്റു 51/2, 50 n ഇൻറ്റു n പ്ലസ് 1, 50 ഇൻറ്റു 50 പ്ലസ് 1. അത് നമ്മൾ ഫോർമുല അങ്ങ് മനസ്സിൽ കണക്കൂട്ടിയാൽ മതി. 50, 51/2, 100ൻ്റെ 1, 2, 3 എക്സെട്ര 100 വരെയുള്ള സംഖ്യകളാണ് ചോദിച്ചെങ്കിൽ 100 ഇൻറ്റു 101/2, n ഇൻറ്റു n പ്ലസ് 1/2 എന്നുള്ള ഫോർമുല ഓർത്തിരുന്നാൽ മതി. ഓപ്ഷൻ സി ആണ് ഉത്തരം. 50 ഇൻറ്റു 50 പ്ലസ് 1/2, അതായത് 50/2 25, 25 ഇൻറ്റു 51 1275 കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശ്രീമാസിൽ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇട്ടിട്ടുണ്ട്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീമാസിൽ സെർച്ച് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശ്രീമാസിൽ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇട്ടിട്ടുണ്ട്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീമാസിൽ സെർച്ച് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.